എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളായിട്ടുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയും യുക്കോ ബാങ്കും വായ്പകൾക്ക് പലിശ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ബാങ്കുകളും വായ്പകളുടെ പലിശ ഉടൻ തന്നെ കുറച്ചേക്കും. ഭവന, വാഹന, വ്യക്തിഗത, കോർപ്പറേറ്റ്, കാർഷിക വായ്പകളുടെ പലിശ 0.5% ബാങ്ക് ഓഫ് ഇന്ത്യയും യുക്കോ ബാങ്കും കുറച്ചിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീപ്പോ അധിഷ്ഠിതമായിട്ടുള്ള വായ്പാ പലിശ നിരക്ക് 9.10% നിന്ന് 8.85% കുറച്ചത്. നടപ്പ് വർഷം തുടങ്ങിയതിന് ശേഷം രണ്ടാം തവണയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്ക് കുറച്ചിട്ടുള്ളത്. വായ്പകളുടെ പലിശ 0.5% കുറഞ്ഞതോടുകൂടി ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി മെച്ചപ്പെട്ടു. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് പാസ്പോർട്ടുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. പാസ്പോർട്ടിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ചേർക്കുമ്പോൾ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഇനി മുതൽ ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവന മതിയാകും. പാസ്പോർട്ട് അപേക്ഷ നടപടികൾ കൂടുതൽ ലളിതമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. പുനർവിവാഹത്തെ തുടർന്ന് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പേര് മാറ്റാനും സംയുക്ത പ്രസ്താവന മതിയാകും. അതേസമയം പാസ്പോർട്ടിൽ നിന്ന് ദമ്പതികൾ ഒരാളുടെ പേര് നീക്കം ചെയ്യണമെങ്കിൽ മരണ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കോടതി ഉത്തരവോ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. പാസ്പോർട്ടുമായി ബന്ധപ്പെടുത്തിയുള്ള അപേക്ഷകളിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമായ ഇടങ്ങളിൽ എല്ലാം തന്നെ അനുബന്ധം ജെ പ്രകാരം പാസ്പോർട്ട് സേവാ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സംയുക്ത പ്രസ്താവന മതിയാകും. അതായത് ഫോട്ടോ പതിച്ച സംയുക്ത പ്രസ്താവനയുടെ മാതൃകയിലുള്ള അനുബന്ധം ജെ പ്രകാരം അപേക്ഷിക്കുമ്പോൾ ദമ്പതികൾ പേരുകൾ, അതോടൊപ്പം തന്നെ വിലാസം, മറ്റ് സ്റ്റാറ്റസ് വിവരങ്ങൾ എന്നിവയൊക്കെ തന്നെ സൂചിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ദമ്പതികളായിട്ട് ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും വേണം. ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയും അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഡിക്ലറേഷൻ ഫോമിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.